ഞാൻ കുറച്ച് നാളത്തേക്ക് വീട്ടുകാരനെയും കൂട്ടുകാരനെയും കാമുകിനെയും എല്ലാം വിട്ട് വേറെ രാജ്യത്തേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് എൻ്റെ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ്റെ യാത്രാ വിവരം പറഞ്ഞ് വീഡിയോ തുടങ്ങാം. അച്ഛമ്മ ചെയ്തോ? ഹലോ എന്നല്ല, വീഡിയോ എടുക്കാൻ തുടങ്ങിയ ആളാ. സിംഗമാണ്, അഭിനയ സിംഗം. ഓസ്കാർ കൊടുക്കണം. മുഖം മാറിയത് കണ്ട. അതെ, വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്, രാജ്യത്തേക്ക്. അന്ന് പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് വരാം. ഒരാഴ്ച കൊണ്ട് വരാന്ന്. ഒരാഴ്ച എടുക്കും വരാൻ. എങ്ങനെ പെട്ടെന്ന് മുഖം മാറ്റാൻ കഴിയണേ? സീരിയലില് നമുക്ക് അഭിനയിക്കണം, എന്നിട്ട് സീരിയലിൽ ഇതുപോലെ അഭിനയിക്കുന്ന ആളുകളുടെ അവസരം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സീരിയലുണ്ടെങ്കിൽ ചാൻസ് കൊടുക്കേ. വയ്യ, കണ്ട കണ്ണീർ വന്ന്. ഒരാഴ്ച കൊണ്ട് വരാം കേട്ടാ. ഒരാഴ്ച കൊണ്ട് വരാന്ന്. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടാ. വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാം, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം കേട്ടാ. നമ്മളെപ്പോഴും വൈകുന്നേരത്ത് കമ്പനിയൊക്കെ കൊടുത്ത് സിനിമയെ കണ്ട് പാട്ടൊക്കെ കേട്ടിട്ടാണ് എപ്പോഴും ഇരിക്കുക. പിന്നെ ഒരാഴ്ച അച്ഛമ്മയ്ക്ക് മിസ്സാവും. അതാണ് ഈ ഒരു വിഷമം അല്ലേ? അല്ല വയ്യത് എങ്ങനെ ഇത്ര പെട്ടെന്ന്. ശരി, നോക്കിയിരിക്കട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഴിൻ്റെയിലൊക്കെ സംസാരിച്ച് കമ്പനി കൊടുത്തിട്ട് ഇരുന്നോ കേട്ടാ. പോയിട്ട് വരാം. ഇതൊക്കെ നോക്ക്, വീട് പണിക്കാരൊക്കെ വന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെ നോക്കിയിട്ടാ. രണ്ടാം നില കെട്ടാൻ തുടങ്ങിയിട്ടാ. നമ്മുടെ സ്റ്റീലിൻ്റെ ഡോറാണ് വെക്കുന്നത്. സ്റ്റീൽ ഡോറൊക്കെ വന്നു. ഇപ്പം ഇന്നലെ വന്നോളൂ. ഞാൻ വരുമ്പോഴേക്കും ചിലപ്പോൾ രണ്ടാം നില പകുതി കെട്ടിക്കഴിയും. അപ്പം പോയിട്ട് വരാം കേട്ടാ. വൈകുന്നേരത്താ പോണ്, വൈകിട്ടേ പോണ്. ഇങ്ങാണ്ട എനിക്ക് കാണാനാ വയ്യാത്തത്. പിന്നെ നമ്മുടെ ഇതാണ് കാര്യങ്ങൾ. അമ്മൻ്റെയിലും അച്ഛൻ്റെയിലൊക്കെ ഓൾറെഡി പറഞ്ഞു. അച്ഛമ്മയും പഴയൊരു വീടും, അച്ഛമ്മ ഉമ്മർത്ത് പഴയ ചേതക്കും, പഴയ സ്കൂട്ടർ, പഴയ ബുള്ളറ്റ്, ഉമ്മർത്ത് അച്ഛമ്മ. ആഹാ അല്ലേ, എന്താ ഐശ്വര്യം. കോഴിയോടെ ഞങ്ങളുടെ. അങ്ങനെ എനിക്ക് പോകേണ്ട എല്ലാ യാത്രാ സാധനങ്ങളും ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് അച്ഛമ്മൻ്റെ മുറിയിൽ എനിക്ക് തരാനായിട്ട് എന്തോ ഒരു സാധനം എടുക്കുകയാണ്. ഞാൻ പോയി നോക്കുമ്പോൾ അത് എനിക്ക് കാണിച്ചു തരുന്നുമില്ല. വേറൊന്നും ആയിരിക്കില്ല, എന്തായാലും അത് പൈസ ആയിരിക്കും. ഞാൻ എങ്ങോട്ട് യാത്ര പോവുകയാണെങ്കിലും അച്ഛമ്മൻ്റെയിലുള്ള കുറച്ച് പൈസ എനിക്ക് തരാറുണ്ട്. പെൻഷൻ വെച്ച് കൂട്ടി വെച്ച പൈസയും അതുപോലെ തന്നെ ഷീറ്റ് വിറ്റ പൈസയും ഓരോ പങ്ക് എനിക്ക് എപ്പോഴും തരുന്നതാണ്. അങ്ങനെ ഒരു 1000 രൂപ എൻ്റെ എടുത്ത് തന്നിട്ട് നോക്കി പോയിട്ട് വാ മകനെ എന്ന് പറഞ്ഞ് നല്ലൊരു ഉമ്മയും തന്നു. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയമായി. അങ്ങനെ വീട്ടുകാരെല്ലാവരുടെയും യാത്രാ വിവരം പറഞ്ഞ്, കൂട്ടുകാരുടെ യാത്രാ വിവരം പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഇനി നിങ്ങൾ എയർപോർട്ടിലത്തെ കാഴ്ചകൾ കണ്ടിട്ട് വാ. ഹായ് ഗൈസ്, എയർപോർട്ടൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് വിയറ്റ്നാമിലേക്കാണ് കേട്ടോ. അപ്പോൾ എയർപോർട്ടിലാണ്. അപ്പോൾ ഇനി വിയറ്റ്നാമിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. ബാങ്കോക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ വിയറ്റ്നാമിലേക്ക്. അപ്പോൾ കാഴ്ചകളായിട്ട് വരാം. ആദ്യം ഞാൻ പോയിട്ട് എയർപോർട്ടിൽ പൈസ മാറ്റുന്ന അവിടെ നിന്ന് ഒരു 20,000 രൂപ മാറ്റി. അമേരിക്കൻ ഡോളറായ USDക്കാണ് മാറ്റിയത്. അപ്പോൾ എനിക്ക് 20,000 രൂപ മാറ്റിയപ്പോൾ $170 കിട്ടി. മാറ്റണ്ടായിരുന്നു തോന്നി. ശേഷം നല്ല വിശപ്പായതുകൊണ്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വിലക്കുറവിൽ കിട്ടുന്ന സാധനം നോക്കി വാങ്ങിയപ്പോൾ കഴിക്കുകയാണ് കേട്ടോ. വില കൂടിയ ഭക്ഷണം പൈസ ഉണ്ടെങ്കിൽ പോലും കഴിച്ചാൽ ഇറങ്ങില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വിമാനം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചാർജൊക്കെ കുത്തിയിട്ട്. അങ്ങനെ 11:20 ആയപ്പോൾ എൻ്റെ വിമാനം വന്നപ്പോൾ അതിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എയർ ഏഷ്യൻ്റെ വിമാനമാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നേരെ തായ്ലൻഡ് ബാങ്കോക്ക്, അവിടെ നിന്ന് വേറെ വിമാനം കയറിയിട്ട് നേരെ വിയറ്റ്നാമിലേക്ക്. അങ്ങനെ വിമാനത്തിൽ കയറി സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് നല്ല ഉറക്കം. അങ്ങനെ 2 വിമാനവും മാറി മാറി കയറി വിയറ്റ്നാം എത്താറായിരിക്കുകയാണ്. രാത്രി കാഴ്ചകൾ വിമാനത്തിൽ നിന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്ക്. നമ്മളങ്ങനെ വിയറ്റ്നാം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതപ്പോൾ ഇറങ്ങി ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയത് ഇവിടുത്തെ ജനതൻ്റെ സാംസ്കാരിക ഒരു ആർട്ട് വർക്കുകൾ, ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി വർക്കുകളൊക്കെ. പിന്നെ എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് തരുന്ന അറിയാത്തൊരാളാണ് കേട്ടോ. ഞാനിത് കൂടെ നടക്കുന്നതൊന്ന് വീഡിയോ എടുത്ത് തരുമോ ചോദിച്ചിട്ട് അറിയാത്തൊരാളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അയാളാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത്. ഈ നിൽക്കണ ക്യൂ മൊത്തം നമ്മൾ നിന്നിട്ട് വേണം ഇവിടുത്തെ വെളിയിലേക്ക് ഇറക്കാൻ. ഇമിഗ്രേഷൻ നമ്മുടെ വിസയൊക്കെ കാണിച്ചിട്ട് അത്രയും ക്യൂ നിൽക്കണം.
അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി ഒന്ന് ബാത്റൂമിൽ പോയപ്പോഴാണെങ്കിലോ വെള്ളമില്ല, ഇവിടെ ടിഷ്യൂ കൊണ്ട് തുടയ്ക്കുന്ന സെറ്റപ്പാണ്. എനിക്കാണെങ്കിൽ ഇതൊന്നും ശീലമില്ലാത്തതാണ്. ശേഷം അവിടെ നിന്ന് ഇറങ്ങി വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ എയർപോർട്ടിന് വെളി ഇറങ്ങിയത് നമ്മളെ വിളിക്കാനായിട്ട് കൈരളി ട്രെയിൽസിന്റെ ആൾ വന്നു. നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്, അതും കൈരളി ട്രെയിൽസിന്റെ. അങ്ങനെ ഈ ഏട്ടൻ വന്നിട്ട് സിമ്മൊക്കെ എടുക്കാനായിട്ട് വേറൊരു ചേച്ചിനെ എനിക്ക് കണക്ട് ആക്കി തന്നു. നമ്മൾ പാക്കേജ് എടുത്ത് വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വന്നിറങ്ങിയതും ആദ്യം ഈ ചേച്ചിന്റെ കടയിൽ പോയിട്ട് ആദ്യം ഒരു സിം എടുത്തിട്ടുണ്ട്. ശേഷം $170 നമ്മൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടുത്തെ പൈസയായി 42 ലക്ഷം രൂപന്റെ അടുത്ത് എനിക്ക് കിട്ടി. ശേഷം ഈ കാണുന്ന ഡ്രൈവറിന്റെ ഒപ്പം കയറിയിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോവാണ്. ഇയാളിനോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, വിയറ്റ്നാം എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇവിടെ ഏത് മുക്കിലും മൂലയിലും ഇതുപോലെ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം എന്ന് പറഞ്ഞുള്ളൊരു ചിഹ്നം കാണാൻ പറ്റും. നമ്മുടെ അവിടുത്തെ പോലെയല്ല ഇവിടെ ആകെ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വിയറ്റ്നാമിലത്തെ കൂടുതൽ ആളുകളും 2 വീൽസ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഭാരതപ്പുഴ പോലെ നീണ്ടു കിടക്കുന്ന വലിയൊരു പുഴയൊക്കെ കടന്ന് നമ്മുടെ റൂം എത്താറായി. നമ്മൾ താമസിക്കാൻ പോണ റൂം എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് നമ്മൾ താമസിക്കാൻ പോണ റൂം എത്തിയിട്ടുണ്ട്. റൂമിലേക്ക് കയറുമ്പോഴേക്കും അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെയാണ് കാണുന്നത്. ഇവിടെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ, എവിടെ നോക്കിയാലും എല്ലാ ഭാഗത്തും അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം കേട്ടോ. ഇതാ ഡ്രൈവർ വന്ന വണ്ടി. അങ്ങനെ ഡ്രൈവർ ചേട്ടന് ടാറ്റ ബൈ ബൈ കൊടുത്ത് ഞാൻ എൻ്റെ റൂമിലേക്ക് കയറുകയാണ് കേട്ടോ. കയറി വന്നതും ഇവിടെ റിസപ്ഷനിൽ ഇവിടെ 2 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവരിനെ പരിചയപ്പെടാനായിട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ ആക്ഷന് പറഞ്ഞു. പക്ഷെ അവർക്ക് ഭാഷ മനസ്സിലാവില്ല. അവസാനം കൈ കാണിച്ചുകൊണ്ട് അവർ തിരിച്ച് കൈ കാണിച്ചു. പിന്നെ ഞാൻ കാണിക്കുന്ന പോലെ അവരിങ്ങനെ തിരിച്ച് കാണിച്ചു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് പോലെ ഏകദേശമായി. അങ്ങനെ കുറേ നേരം നമ്മൾ അവരുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് നമ്മൾ അവരിനെ ഫ്രണ്ടാക്കി. പോരാത്തതിന് എൻ്റെ യൂട്യൂബ് ചാനലെല്ലാം കാണിച്ചു കൊടുത്ത് അവരിനെ സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ചു. ഞാൻ യൂട്യൂബറാണ് വ്ളോഗറാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അവർക്ക് കറക്റ്റായിട്ട് ഇംഗ്ലീഷ് പറയാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് കുറേ കാര്യങ്ങൾ സംസാരിച്ചത്. നമ്മൾ പിന്നെ എവിടെ പോയാലും എല്ലാവരുമായിട്ട് പെട്ടെന്ന് പരിചയപ്പെടുന്നതുകൊണ്ട് അവരുമായിട്ട് പരിചയപ്പെട്ടു പെട്ടെന്ന്. അതുകൊണ്ട് അവർ നല്ല തിന്നാനൊക്കെ എനിക്ക് തന്നു കേട്ടോ. പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതും കഴിച്ചിട്ട് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ എൻ്റെ ഓരോ വീഡിയോസ് കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല റൂമും നല്ല ബാത്റൂമും ആണ് കേട്ടോ. നമ്മൾ വന്നെത്തിയത് നല്ലൊന്ന് ഉറങ്ങി. അതായത് യാത്ര ചെയ്തതിന് നല്ല ക്ഷീണമുണ്ട്. വന്നെത്തിയതും ബാഗ് അങ്ങോട്ട് ഒറ്റ ഇടലിട്ടിട്ട് അങ്ങനെ ബെഡിൽ ഒറ്റ ഉറക്കം. നല്ലൊരു ഉറക്കം ഉറങ്ങിയപ്പോൾ വൈകുന്നേരത്ത് എണീറ്റുള്ളൂ. ഇനി പുറത്ത് പോകണം. ഇവിടെ എന്താണ് റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് താഴത്തേക്ക് ലിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ രാത്രി ഇനി പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെയാണ് സ്ഥലങ്ങൾ, ഭംഗി കാര്യങ്ങൾ. അപ്പോൾ നാളെ മുതൽ ഇവിടുത്തെ സ്ഥലങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. വിയറ്റ്നാമാണ്, നല്ല അടിപൊളി രാജ്യമാണ്. പിന്നെ ഇവിടുത്തെ കാണുന്ന ആളുകളിനെയൊക്കെ എല്ലാം ഒരുവിധം സെയിമാണ്, മുഖ ഷേപ്പ് സെയിമാണ്. പോരാത്തതിന് ചൈനയത്തെ ആളുകൾ കുറേ ട്രാവൽ പ്ലേസ് ഉണ്ട്. പണ്ട് ചൈന ഒരുപാട് വർഷം ഭരിച്ച രാജ്യമാണ്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. അത് നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് ഇപ്പോൾ താഴത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, യാത്ര അത് ഇത് ക്ഷീണം അതൊക്കെ ആയിരുന്നുകൊണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.